പകലുകളിൽ ഏറ്റവും നല്ല പകൽ അത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസമാണ്. റമളാനിലെ പകലുകളെ വെല്ലുന്ന മഹത്വം, വെല്ലുന്ന ശ്രേഷ്ഠത ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾക്കുണ്ട് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊക്കെ ഇന്ന് നിലകൊള്ളുന്നത്, ഇന്ന് നമ്മൾ നമ്മുടെ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളിലൂടെയാണ്. അള്ളാഹുവിന്റെ ദുനിയാവിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മുടെ സമയം നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി മുത്തഖീങ്ങളായ ആളുകളുടെ ലക്ഷണത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് ഒരു മുത്തഖിയുടെ ലക്ഷണമെന്ന്? അല്ലാഹു പറഞ്ഞു പരിശുദ്ധമായ ഖുർആനിൽ, "ദാലിക വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്." ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നതും അല്ലാഹു ആദരിച്ചതിനെ ആദരിക്കുന്നതും തഖ്വയുള്ള ആളുകളുടെ ലക്ഷണമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അല്ലാഹു ചില ദിവസങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട്, ചില മാസങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട്, ചില സ്ഥലങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട്, ചില വ്യക്തികളെ അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ട്. അല്ലാഹു ബഹുമാനിച്ചതിനെ നമ്മൾ ബഹുമാനിക്കണം, അല്ലാഹു നിന്ദിച്ചതിനെ നമ്മൾ നിന്ദിക്കണം. അത് തഖ്വയുടെ അടയാളമാണ്. വമൻ യുഅല്ലിം ശആഇറല്ലാഹ്, അല്ലാഹുവിന്റെ അടയാളങ്ങൾ, അല്ലാഹു ആദരിച്ചവയെ ആദരിക്കുന്നത്, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, മനുഷ്യന്റെ ഹൃദയത്തിൽ തഖ്വയുണ്ട് എന്നതിന്റെ ലക്ഷണമാണ് എന്നാണ് പരിശുദ്ധമായ സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പഠിപ്പിച്ചത്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ലോകത്തെ ഏറ്റവും നല്ല സ്ഥലം ഏതാണെന്ന ചർച്ച പണ്ഡിതന്മാർക്കിടയിലുണ്ട്. മക്കയാണോ മദീനയാണോ എന്ന്. മക്കയാണോ മദീനയാണോ? ആശിഖീങ്ങൾ പറയും മദീനയാണെന്ന്, ആബിദീങ്ങൾ പറയും മക്കയാണെന്ന്. ഏറ്റവും നല്ല മണ്ണ്, അവസാനം അതിനുമൊരു തീരുമാനത്തിലെത്തി. ഏറ്റവും നല്ല മണ്ണ് അത് പരിശുദ്ധ ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന റൗളയുടെ മണ്ണാണ് എന്ന അഭിപ്രായത്തിലെത്തി. എന്തുമാവട്ടെ, അള്ളാഹു ബഹുമാനിച്ച സ്ഥലങ്ങളാണ് മക്കയും മദീനയും. ആ മക്കയിൽ വെച്ച് നമ്മളൊരു തെറ്റു ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. മദീനയിൽ വെച്ച് നമ്മളൊരു തെറ്റു ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. നന്മ ചെയ്താൽ അള്ളാഹു പ്രതിഫലം നൽകുന്നത് പോലെ തിന്മ ചെയ്താൽ ശിക്ഷയുടെ ഗാംഭീര്യം വർദ്ധിക്കുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു റക്അത്തിന് 1,00,000 റക്അത്തിന്റെ പ്രതിഫലം ലഭിക്കും, ഒരു റക്അത്തിന് 1000 റക്അത്തിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് മനസ്സിലാക്കി ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്യാറുണ്ട്. നോമ്പെടുക്കാറുണ്ട്, ഖുർആൻ ഓതാറുണ്ട്, തവാഫ് ചെയ്യാറുണ്ട്, മഖാം ഇബ്രാഹിമുണ്ട്. ആവശ്യം പോലെ കെട്ടിടം നിർമ്മിക്കുമ്പോൾ, കഅബ നിർമ്മിക്കുമ്പോൾ ഉയരാനും താഴാനും അല്ലാഹു ലിഫ്റ്റിന്റെ സംവിധാനം ചെയ്തു കൊടുത്ത മഖാമു ഇബ്രാഹിം മക്കയിലുണ്ട്. ഹജറുൽ അസ്വദ് ഉണ്ട്. തൊട്ടുമുത്തിയാൽ ശഫാഅത്തിന് അർഹരാകും നമ്മൾ. ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കുന്ന മുൽതസമുണ്ട്. സ്വർണ്ണപ്പാത്തിയുണ്ട്. ഹിജ്ർ ഇസ്മായിലുണ്ട്. ദുആയിന് ഉത്തരമുള്ള സഫാ പർവ്വതമുണ്ട്, മർവ പർവ്വതമുണ്ട്. നോക്കി നിന്നാൽ പ്രതിഫലം ലഭിക്കുന്ന പരിശുദ്ധമായ കഅബയുണ്ട്. എല്ലാ മഹത്വങ്ങളുമുള്ള പരിശുദ്ധമായ മക്കയിൽ നമ്മൾ നന്മ ചെയ്യുമ്പോൾ അല്ലാഹു പ്രതിഫലം ഇരട്ടി ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നത് പോലെ ആ നാട്ടിൽ വെച്ച് തെറ്റു ചെയ്താൽ അതിന്റെ ശിക്ഷയും 10 മടങ്ങ് വർദ്ധിക്കുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നാട്ടിൽ ചെയ്യുന്നത് പോലെയല്ല അവിടുത്തെ തിന്മകൾ. ഹജ്ജിന് പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഹജ്ജിന് പ്രത്യേകമായി കാണാതെ പഠിക്കാനില്ല, പ്രത്യേകമായി ദിക്റുകൾ ചെല്ലാനില്ല. ഹജ്ജ് എന്ന് പറഞ്ഞാൽ കർമ്മമാണ്. ആർക്കും ഹജ്ജ് ചെയ്യാം, അതിന് പ്രത്യേകമായി പഠിക്കാനില്ല.
പിന്നെ എങ്ങനെയാണ് ഹജ്ജ് ബാത്തിലായി പോകുന്നത്? നിസ്കരിക്കുന്ന ഒരാളുടെ ഫാത്തിഹയിൽ പിഴവ് സംഭവിച്ചാൽ അയാളുടെ നിസ്കാരം ബാത്തിലായി പോകും. അത്തഹിയ്യാത്തിൽ പിഴവ് സംഭവിച്ചാൽ നിസ്കാരം ബാത്തിലായി പോകും. എന്നാൽ ഹജ്ജിൽ അങ്ങനെ പിഴവ് വരാനുള്ള സാധ്യതകളില്ല. അങ്ങനെ കൃത്യമായി സൂക്ഷ്മതയോടെ ഓതാനില്ല, ചെല്ലാനില്ല. പിന്നെ എപ്പോഴാണ് ഹജ്ജ് ബാത്തിലായി പോകുന്നത്? ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാൽ. അവിടെ തർക്കങ്ങൾ പാടില്ല, അവിടെ അനാവശ്യങ്ങൾ ചെയ്യാൻ പാടില്ല, അവിടെ വേണ്ടാത്തത് ചിന്തിക്കാൻ പാടില്ല, അവിടെ ദ്രോഹിക്കാൻ പാടില്ല, തമ്മിൽ തല്ലാൻ പാടില്ല. അങ്ങനെ ചെയ്തു പോയാൽ ഹജ്ജ് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. അത് ആ സ്ഥലത്തിന്റെ പ്രത്യേകതയാണ്. നന്മ ചെയ്താൽ പ്രതിഫലം ലഭിക്കുന്നത് പോലെ തിന്മ ചെയ്താൽ അള്ളാഹു ശിക്ഷ നൽകുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്ക് എവിടെയും ഒച്ചവെച്ച് സംസാരിക്കാം, പക്ഷേ പരിശുദ്ധ ഹബീബിന്റെ മദീനയിൽ, പ്രത്യേകിച്ച് മദീന പള്ളിയിൽ ഒച്ചവെച്ച് നമ്മൾ സംസാരിക്കാൻ പാടില്ല, ശിക്ഷ ലഭിക്കും. അള്ളാഹുവിന്റെ ഹബീബിന്റെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദമുയർത്തരുത് എന്നല്ലയോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? ശബ്ദമുയർത്തിയാൽ ശിക്ഷ ലഭിക്കും. അതുകൊണ്ട് അവിടെ അച്ചടക്കത്തോടെ നടക്കണം, അച്ചടക്കത്തോടെ സംസാരിക്കണം, ശബ്ദമുയരാതെ സൂക്ഷിക്കണം നമ്മൾ. ഇതാണ് ഒരു മുത്തഖിയുടെ അടയാളം. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുന്നതും ആദരിച്ചതിനെ ആദരിക്കുന്നതും ഒരു മുത്തഖിയുടെ ലക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അള്ളാഹു ആദരിച്ച ദിവസങ്ങൾ, ആ ദിവസങ്ങളാണ് പരിശുദ്ധമായ റമളാൻ, ലൈലത്തുൽ ഖദർ അടങ്ങുന്ന രാത്രി, മുഹറം മാസത്തിലെ ആദ്യത്തെ 10, ഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10. അതിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് മറ്റുള്ള ദിവസങ്ങളിലെ നന്മകളെക്കാളും അല്ലാഹു പ്രതിഫലം നൽകുമെന്നാണ്. ലൈലത്തുൽ ഖദറിൽ നമ്മൾ ഒരു നന്മ ചെയ്താൽ 83 വർഷക്കാലം നന്മ ചെയ്ത പ്രതിഫലം നമ്മൾക്ക് ലഭിക്കും. 83 വർഷം ഒരു ലൈലത്തുൽ ഖദർ സ്വീകാര്യമായ രീതിയിൽ, ഒരു റമളാൻ സ്വീകാര്യമായ രീതിയിൽ ചെലവഴിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ നമ്മുടെ ആയുസ്സിലേക്ക് 83 വയസ്സ് ചേർക്കപ്പെടുമെന്നാണ്. 60 വയസ്സ് വരെ ജീവിച്ച ഒരാളുടെ ഒരു റമളാൻ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 60 + 83 ആണ് അയാളുടെ വയസ്സ്. 2 റമളാൻ സ്വീകരിച്ചാൽ 60 + 83 + 83. അങ്ങനെ പ്രായപൂർത്തിയെത്തിയത് മുതൽ മരണം വരെ എല്ലാ റമളാനും അല്ലാഹു സ്വീകരിച്ചാൽ അയാൾക്ക് 1000ഓളം വയസ്സുണ്ടാകും. മുഅ്മിനീങ്ങളെ, 1000കണക്കിന് വർഷങ്ങൾ ജീവിച്ചതിന് തുല്യമായിരിക്കും അയാൾ. അതുകൊണ്ട് പരിശുദ്ധമായ റമളാനിലെ അല്ലാഹു ആദരിച്ച രാത്രികളെ ആദരിക്കണം. അവിടെ നമ്മളും തെറ്റ് ചെയ്യാൻ പാടില്ല. അതേപോലെയുള്ള പവിത്രമായ ദിവസമാണ് ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസം. അല്ലാഹു പറയുന്നു പരിശുദ്ധ ഖുർആനിലൂടെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വൽ ഫജ്ർ വലയാലിൻ അശ്ർ والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر والفجر പ്രഭാതം തന്നെയാണ് സത്യം, ഫജ്ർ പ്രഭാതം തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ 10 രാത്രികൾ തന്നെയാണ് സത്യം, വശഫഇ വൽവത്ർ അതിന്റെ ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം, ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം, വല്ലൈലി ഇദാ യസ് രാത്രി തന്നെയാണ് സത്യം. പിന്നെ പറയുന്നു ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജർ ബുദ്ധിയുള്ള ആളുകൾക്ക് ഇതിൽ പാഠമില്ലയോ? ഈ സത്യം ചെയ്തതിൽ പാഠമില്ലയോ? എന്തിനാണ് അല്ലാഹു അൽ ഫജ്ർ പ്രഭാതം തന്നെ? അപ്പൊ നമ്മൾക്ക് മനസ്സിലാകും അല്ലാഹു പ്രഭാത സമയത്തെ ബഹുമാനിച്ചിട്ടുണ്ട് എന്ന്, അതിൽ അല്ലാഹു ബറക്കത്ത് ചൊരിഞ്ഞു തന്നിട്ടുണ്ട് എന്ന്. ബാറക്കല്ലാഹു ഫീ ബുകൂരിഹാ ഒരു ദിവസത്തിലെ ആദ്യ സമയത്തിൽ അഥവാ പ്രഭാതം സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള സമയത്ത് അല്ലാഹു ബറക്കത്ത് ചെയ്തിട്ടുണ്ട് എന്നല്ലയോ? അല്ലാഹു ബറക്കത്ത് ചെയ്ത സമയം നമ്മൾ അതിനെ ആദരിക്കണം, നമ്മൾ അതിനെ ബഹുമാനിക്കണം. പിന്നെ വൽ ഫജ്ർ എല്ലാവരുടെയും ഏത് പ്രയാസങ്ങൾ ഒരു ആശ്വാസം ലഭിക്കുന്ന സമയമാണ് അത്താഴ സമയം എന്ന് പറയുന്നത്, സുബഹിയോടടുത്ത സമയം. രോഗികളാണെങ്കിൽ ഒരു 3 മണി വരെ ഉറക്കം വരൂല, 2 മണി വരെ ഉറക്കം വരൂല, പല്ലുവേദന, ചെവിവേദന, നടുവേദന ദൃഷ്ടാന്തമാണ്. ആ ദിവസങ്ങൾ, ഈ സമയങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചിക്കണം. ഈ ദിവസങ്ങൾ എങ്ങനെ ഉപയോഗിക്കാൻ എനിക്ക് കഴിയും? ഇതിനെ എങ്ങനെ ജീവിതത്തിൽ നന്മ കൊണ്ട് ചെലവഴിക്കാൻ എനിക്ക് കഴിയും? ഇത് ഞാൻ വെറുതെ നഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ
എന്നാണ് ഒരു ബുദ്ധിമാൻ ആലോചിക്കേണ്ടത്. അതാണ് അല്ലാഹു ചോദിച്ചത്, ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജർ. അഥവാ ഈ അല്ലാഹുവിന്റെ സത്യം ചെയ്യലിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ഗുണപാഠമില്ലയോ? അവർക്കിതിൽ ഗുണപാഠമില്ലയോ? ഉണ്ട്. എന്താണ് ഗുണപാഠം? ഇതിൽ നന്മകൾ ചെയ്യാൻ അവർ സമയം കണ്ടെത്തണം, തിന്മകൾ ചെയ്യുന്നതിൽ നിന്ന് അവർ മാറി നിൽക്കണം. അല്ലാഹുവിന് പ്രത്യേകമായ സമയങ്ങളുണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും അല്ലാഹു നൽകുമെന്നാണ്. ഇഫ്അലുൽ ഖൈറ ദഹ്റകും, കഴിവിന്റെ പരമാവധി സർവ്വ സമയങ്ങളും നന്മ ചെയ്യാൻ ഉപയോഗിക്കണമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. വതഅറദൂ ലിനഫഹാത്തി റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം, അതിനെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണം. ഫഇന്ന ലില്ലാഹി നഫഹാത്തും മിർ റഹ്മതി, അല്ലാഹുവിന് പ്രത്യേകമായ സമയങ്ങളിൽ അല്ലാഹു റഹ്മത്ത് കോരിച്ചൊരിഞ്ഞു തരുന്ന ഒരു സമയമുണ്ട്. യുസീബു ബിഹാ മൻ യശാഉ മിൻ ഇബാദി, അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് ഇത് ലഭിക്കുന്നത്. അതുകൊണ്ട് സർവ്വ സമയങ്ങളും നന്മ ചെയ്താൽ ഈ റഹ്മത്ത് അല്ലാഹു കോരിച്ചൊരിഞ്ഞു നൽകുന്ന സമയത്ത് നിങ്ങളുടെ നന്മയും നിങ്ങളുടെ പ്രാർത്ഥനയും ഒരുമിച്ച് കൂടിയാൽ ഈ അല്ലാഹുവിന്റെ സൗഭാഗ്യം ലഭിക്കുന്ന വിഭാഗത്തിൽ നമ്മൾ പെടുമെന്ന്. അതുകൊണ്ട് സർവ്വ സമയവും നന്മ ചെയ്യാൻ ഉപയോഗിക്കണമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. വൽ ഫജർ, ഫജറിനെ കൊണ്ട് സത്യം ചെയ്യുന്നുണ്ട്. വസ്സുബ്ഹി ഇദാ അസ്ഫർ, പിന്നെ പ്രഭാതത്തെ കൊണ്ട് സത്യം ചെയ്യുന്നുണ്ട്. ഏത് പ്രഭാതത്തിന്റെ വെളിച്ചം ഇങ്ങനെ, പ്രഭാത കിരണം ഇങ്ങനെ പൂമുട്ടിട്ട് വരുന്ന സമയം, അതിന്റെ വെളിച്ചം ഇങ്ങനെ പടർന്ന് പന്തലിക്കാൻ തുടങ്ങുന്ന സമയം, അതിനെക്കുറിച്ച് സത്യം ചെയ്യുന്നുണ്ട്. വസ്സുബ്ഹി ഇദാ തനഫസ്, പിന്നെ അത് പൂർണ്ണമായി ഇശ്റാഖ് കഴിഞ്ഞു, വെളിച്ചമായി ജനങ്ങളെല്ലാം ജോലിക്ക് പോകുന്ന ഒരു സമയം തുടങ്ങി, അതിനെക്കുറിച്ചും അല്ലാഹു സത്യം ചെയ്യുന്നുണ്ട്. വന്നഹാരി ഇദാ തജല്ലാ, പിന്നെ ഇശ്റാഖും കഴിഞ്ഞു, ളുഹാ സമയവും കഴിഞ്ഞു, പകലതിന്റെ പൂർണ്ണമായ ആ ഒരു വെളിച്ചത്തിലേക്ക് എത്തുന്ന സമയത്തെ കുറിച്ചും അല്ലാഹു സത്യം ചെയ്യുന്നുണ്ട്. അഥവാ അല്ലാഹു പ്രത്യേകമായ ഓരോ സമയങ്ങളെ കുറിച്ചും സത്യം ചെയ്യുന്നുണ്ട്. അഥവാ ഈ സമയത്തിനൊക്കെ എന്തെന്നില്ലാത്ത പ്രത്യേകതകളുണ്ട് എന്നാണ് ഈ സത്യം ചെയ്യലിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹുവേ നാഫിയായ ഇൽമു നീ എനിക്ക് തരണേ അല്ലാഹ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹുവേ നാഫിയായ ഇൽമു നീ എനിക്ക് തരണേ അല്ലാഹ്. ഒരുപാട് ഇൽമു ലഭിക്കലല്ല, ലഭിക്കുന്ന ഇൽമു നാഫിഅവലാണ് പ്രധാനം. അല്ലാഹു തആല നമ്മുടെ ഇൽമിനെ നാഫിഅക്കി തരട്ടെ. വരിസ്ഖൻ ത്വയ്യിബ, ഹലാലായ ഭക്ഷണം നൽകണേ അല്ലാഹ്. മഹാന്മാരായ പ്രവാചകന്മാർ ത്വയ്യിബായ ഭക്ഷണമല്ലാതെ കഴിക്കൂല, ഹറാം കഴിക്കൂല, സംശയമുള്ള ഭക്ഷണം കഴിക്കൂല. പ്രവാചകന്മാർ അവര് ദുആ ചെയ്യുമായിരുന്നു, വരിസ്ഖൻ ത്വയ്യിബ, ഹലാലായ ഭക്ഷണം നൽകണേ എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. കാരണം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ, നമ്മുടെ ദുആഇന് ഇജാബത്ത് ലഭിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പ്രഗൽഭനായ ഒരു സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞ മറുപടി, അതിബ് മത്അമക, നിന്റെ ഭക്ഷണം നീ നന്നാക്കണം. അതിബ് മത്അമക, നിന്റെ ജോലി, നിന്റെ സമ്പാദ്യം, നിന്റെ ഭക്ഷണം നീ ഹലാലാക്കിയാൽ തകുൻ മുസ്തജാബ ദുആ, ദുആഇന് ഉത്തരം ലഭിക്കുന്ന ഒരാളായി നീ മാറുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുആഇന് ഉത്തരം ലഭിക്കാൻ നമ്മുടെ ഭക്ഷണം ഹലാലാവണം, നമ്മുടെ സമ്പാദ്യം ഹലാലാവണം, നമ്മൾ കഴിക്കുന്നത് ഹലാലായ ഭക്ഷണം മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. കാരണം ഹറാമായ ഒരംശം നമ്മുടെ ശരീരത്തിലേക്ക് കയറിയാൽ അല്ലാഹു ദുആ സ്വീകരിക്കൂല എന്നാണ്. ആ ശരീരം നരകത്തിലേക്കാണ്. കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി, ശരീരം ഹറാമിൽ നിന്ന് വളർന്നാൽ, ഹറാം തിന്നുകൊണ്ട് ഒരാൾ വളർന്നാൽ ആ കുടുംബം മുഴുവനും നരകത്തിലേക്കുള്ളതാണെന്ന് പരിശുദ്ധ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലയോ? നമ്മൾ ഹറാമായത് സമ്പാദിച്ചു, ഭാര്യയ്ക്ക് ഹറാമായത് നൽകി, മക്കൾക്കും ഹറാമായത് നൽകി, എന്നിട്ട് ഹറാം തിന്ന് ജീവിക്കുന്ന നമ്മുടെ ശരീരം നരകത്തിലേക്കുള്ള വിറകുകൊള്ളിയാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുമ്പോ സാമ്പത്തിക ശുദ്ധിയില്ലാതെ നിസ്കാരക്കാരാണ്, തഹജ്ജുദുണ്ട്,
സുബഹിയുണ്ട്, ഹജ്ജുണ്ട്, സകാത്തുണ്ട്, എല്ലാമുണ്ട്, നിസ്കാര സമയമുണ്ട്. പക്ഷേ സാമ്പത്തിക വിഷയത്തിൽ ശുദ്ധിയില്ല. മറ്റുള്ളവരുടെ ഹക്കടപാട് കൊടുക്കാറില്ല, കടം വാങ്ങിയിട്ട് കൊടുക്കാറില്ല, ഹറാമായ ബിസിനസ്സാണ് നടത്തുന്നത്. പാർട്ട്ണറുമായി പറ്റിച്ച് സ്വന്തം പാർട്ട്ണറെ, ഷെയർ ഹോൾഡറെ പറ്റിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ സമ്പാദ്യം തിന്നുകൊണ്ട് ജീവിക്കുന്നവർ. എത്ര നിസ്കാര സമയം ഉണ്ടായിട്ട് എന്താ കാര്യം? എത്ര തഹജ്ജുദ് നിസ്കരിച്ചിട്ട് എന്താ കാര്യം? എത്ര ഹജ്ജ് ചെയ്തിട്ട് എന്താ കാര്യം? എത്ര ഉംറ ചെയ്തിട്ട് എന്താ കാര്യം? ഒരു ഉപകാരവും അവരുടെ അമലുകൾ അവർക്ക് നൽകില്ല. മുഅ്മിനീങ്ങളെ, ചീട്ടുകൊട്ടാരം പോലെ നന്മകളെല്ലാം തവിട് പൊടിയായി അല്ലാഹു തആല ഹബാഅൻ മൻഫൂറാ, ധൂളികളെ പോലെ അല്ലാഹു വലിച്ചെറിയുന്ന ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക ശുദ്ധി വളരെ പ്രധാനമാണ്. തഹജ്ജുദല്ല പ്രധാനം, സാമ്പത്തിക ശുദ്ധിയാണ് പ്രധാനം. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം, ഇബാദത്തല്ല പ്രധാനം, നമ്മുടെ സ്വഭാവ ശുദ്ധിയാണ് പ്രധാനം. സ്വഭാവ ശുദ്ധിയില്ലാത്ത ദുസ്വഭാവിയായ ആബിദിനെക്കാളും അല്ലാഹുവിന് ഇഷ്ടം ആരോടാ? ദുസ്വഭാവിയായ സ്വഭാവം ശരിയല്ലാത്ത ആബിദിനെക്കാളും അല്ലാഹുവിന് ഇഷ്ടം ആരോടാ? ഇബാദത്തുകൾ വളരെ കുറഞ്ഞു പോയ സ്വഭാവിയോടാണ്. നമ്മളൊക്കെ ഇബാദത്തിനാണ് പ്രാധാന്യം നൽകുക. നമ്മളൊക്കെ ഇബാദത്തിനെ കുറിച്ച് വഅദ് പറയാ. തഹജ്ജുദ് നിസ്കരിക്കണം, ദുഹാ നിസ്കരിക്കണം, ഖുർആൻ ഓതണം, ദിക്ർ ചൊല്ലണം, ജമാഅത്തിന് പോകണം എന്നൊക്കെ വഅദ് പറയുമ്പോൾ സ്വഭാവ ശുദ്ധിയെ കുറിച്ചുള്ള വഅദുകൾ കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് പലപ്പോഴും ആലോചിക്കാറുണ്ട്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ആബിദിനെയല്ല അല്ലാഹുവിന് ഇഷ്ടം. ദുസ്വഭാവിയായ മോശപ്പെട്ട സ്വഭാവമുള്ള ആബിദിനെയല്ല അല്ലാഹുവിന് ഇഷ്ടം. സ്വൽസ്വഭാവിയായ ഇബാദത്തുകൾ വളരെ കുറഞ്ഞു പോയ ഒരാളെയാണ് ഇഷ്ടം, സ്വൽസ്വഭാവിയായ. അതുകൊണ്ട് ഇബാദത്ത് ചെയ്യരുത് എന്നല്ല പറയുന്നത്, ഇബാദത്ത് കുറച്ചോളൂ എന്നല്ല പറയുന്നത്. നിങ്ങളൊരു ആബിദാണെങ്കിൽ സ്വഭാവം നന്നാക്കാൻ ശ്രമിക്കണം. ഇസ്ലാം നമ്മോട് പ്രേരിപ്പിക്കുന്നത് സ്വഭാവം നന്നാക്കാനാണ്. നമ്മുടെ തഹജ്ജുദ് കൊണ്ട് ഒരാളെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കാൻ നമ്മൾക്ക് കഴിയില്ല. 5 നേരം ഒരാൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്തിൽ പോയി പങ്കെടുത്തതുകൊണ്ട് മറ്റൊരാളെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കാൻ നമ്മൾക്ക് കഴിയില്ല. തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചതുകൊണ്ട് മറ്റൊരാളെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കാൻ നമ്മൾക്ക് കഴിയില്ല. വീട്ടിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്തതുകൊണ്ട് മറ്റൊരാളെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കാൻ നമ്മൾക്ക് കഴിയില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മറ്റൊരാളെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്വഭാവം നന്നാക്കലാണ്. നിസ്കരിച്ചതുകൊണ്ട് എനിക്ക് മറ്റൊരു അമുസ്ലിമിനെ ഇസ്ലാമിന്റെ ഗുണപാഠം, ഇസ്ലാമിന്റെ നന്മ മറ്റൊരു അമുസ്ലിമിന് എത്തിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ വലിയൊരു നിസ്കാരക്കാരാണ്, പക്ഷേ ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് എന്റെ സ്വഭാവമാണ്, എന്റെ നിസ്കാരമല്ല. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും മാതൃകായോഗ്യനായി ഞാൻ മാറണം. എല്ലാവർക്കും ഞാൻ ഇഷ്ടപ്പെട്ടവനാവണം. എല്ലാവരുടെയും ഇഷ്ടത്തിന്റെ പാത്രമായി നമ്മൾ മാറണം. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, ഞാൻ പഠിക്കുന്ന സ്ഥലങ്ങളിൽ, ഞാൻ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ, എന്റെ ചുറ്റുഭാഗങ്ങളിലുള്ള അയൽപ്പക്കങ്ങളിൽ എന്നെ കണ്ടവർ ആകർഷിക്കണമെങ്കിൽ എന്റെ ആരാധനകളല്ല അവർ നോക്കുന്നത്, എന്റെ സ്വഭാവമാണ്. അപ്പൊ ഇസ്ലാമിന് ദഅവത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവം നമ്മൾ നന്നാക്കലാണ്, അല്ലാതെ കുറെ നിസ്കരിക്കലല്ല. അതുകൊണ്ട് വളരെ പ്രധാനമായി നമ്മുടെ സ്വഭാവ സംസ്കരണം അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. ജനങ്ങളോട് പെരുമാറേണ്ട രീതി, അയൽവാസികളോട് പെരുമാറേണ്ട രീതി, കൂടെ പഠിപ്പിക്കുന്നവരോട്, കൂടെ ജോലി ചെയ്യുന്നവരോട്, കൂടെ പഠിക്കുന്നവരോട്, കൂടെയുള്ള പാർട്ട്നേഴ്സിനോട് എങ്ങനെ പെരുമാറണം, ഇതൊക്കെ പരിശുദ്ധ ഇസ്ലാം വളരെ ഭംഗിയായി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് ഒരാൾക്കും നമ്മോട് വെറുപ്പില്ലാതെ, ഒരാൾക്കും നമ്മോട് പരാതിയില്ലാതെ, ഒരാൾക്കും നമ്മെ കുറിച്ച് എതിരഭിപ്രായമില്ലാതെ ജീവിക്കാൻ നമ്മൾക്ക് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു മതമുണ്ട്, ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനുണ്ട്, അവന്റെ മതത്തെ കുറിച്ച് പഠിക്കണമെന്നുള്ള ചിന്ത വരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്വഭാവ സംസ്കരണത്തിന് ഒരുപാട് സമയം നമ്മൾ ചെലവഴിക്കണം. മറ്റുള്ളവരോട് ചോദിക്കണം നമ്മുടെ പോരായ്മകളെ കുറിച്ച്, തിരുത്തേണ്ട സ്വഭാവങ്ങളെ കുറിച്ച് ചോദിച്ചറിയണം, തിരുത്തേണ്ടത് തിരുത്തണം. എങ്കിലേ നമ്മൾക്ക് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. പരിശുദ്ധമായ ഇസ്ലാമിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾക്ക് കഴിയുള്ളൂ. വെറും ഇബാദത്തുമായി പള്ളിയിൽ ഇരുന്നത് കൊണ്ട് കാര്യമില്ല മുഅ്മിനീങ്ങളെ. നമ്മുടെ വിശാലമായ സ്വഭാവം കൊണ്ട് ഇസ്ലാമുമായി ഈ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നവർ, കേരളത്തിലേക്ക് കടന്നു വന്നവർ അവരുടെ തഹജ്ജുദ് നിസ്കാരം കണ്ടിട്ടല്ല ഇവിടെയുള്ള ഹൈന്ദവ സുഹൃത്തുക്കൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുഹാ നിസ്കാരം കണ്ടിട്ടോ ഫർദ് നിസ്കാരം കണ്ടിട്ടോ അല്ല. അവിടെയുള്ള
അവിടെയുള്ള മുശ്രിക്കീങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എല്ലാവരും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെട്ടവരിൽ 90% ആളുകളും സ്വഭാവശുദ്ധി കൊണ്ട് ആകർഷിക്കപ്പെട്ട് കടന്നു വന്നതാണ്. അതുകൊണ്ട് ഇന്ന് ഇസ്ലാമിനെ ആരെങ്കിലും കരിവാരിച്ചേക്കുന്നുവെങ്കിൽ, ഇന്ന് ഇസ്ലാമിനെ ആരെങ്കിലും ചീത്ത പറയുന്നുണ്ടെങ്കിൽ, വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ, ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദി നമ്മളാണെന്ന് മനസ്സിലാക്കി പൂർണ്ണമായ അതിന്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ വന്ന മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ്, നമ്മുടെ സ്വഭാവത്തിലുള്ള മോശപ്പെട്ട ഭാഗമാണ്, സ്വഭാവ ദൂഷ്യമാണ്. ഇങ്ങനെയൊക്കെ പരിശുദ്ധമായ ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ ആളുകൾ ശ്രമിക്കാൻ കാരണമെന്ന് മനസ്സിലാക്കി നല്ല ഒരു ഇസ്ലാമിനെ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലെങ്കിൽ എന്നാൽ വെല്ലുവിളിക്കാൻ ആളുകൾ ഉണ്ടാവൂല, ഇവിടെ നിന്ന് തുടച്ചു നിൽക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടാവൂല. തമാശയല്ല, ഇവിടെ നിന്ന് ആരും തുടച്ചു നിൽക്കും. നിങ്ങൾ ഇവിടെ നിൽക്കൂന്നാ പറയാ. പോകാൻ വേണ്ടി ശ്രമിച്ചാലും നിങ്ങൾ പോവല്ല, നിങ്ങൾ ഇവിടെ തന്നെ വേണമെന്നാ പറയാം. നമ്മുടെ സ്വഭാവക്കാരായി മാറി. അങ്ങനെ മാറിയ ഒരാൾക്കും നമ്മോടൊരു എതിർപ്പുണ്ടാവില്ല. കഴിവിന്റെ പരമാവധി സ്വഭാവ സംസ്കരണത്തിന് നല്ല സമയം നമ്മൾ ചെലവഴിക്കണം. നമ്മുടെ ന്യൂനതകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിവിന്റെ പരമാവധി അയൽവാസികൾ, ഹിന്ദുക്കളാവട്ടെ, ക്രിസ്തവരാവട്ടെ, മറ്റുള്ള മതക്കാരാവട്ടെ, നമ്മുടെ പാർട്ടിക്കാരാവട്ടെ, നമ്മുടെ സംഘടനക്കാരാവട്ടെ, ആരും ആയിക്കോട്ടെ, എല്ലാവരോടും വളരെ മാന്യമായി പുഞ്ചിരിച്ചുകൊണ്ട് പെരുമാറാൻ നമ്മൾ പഠിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ നിരന്തരമായി ദുആ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിആ. അല്ലാഹുവേ, നാഫിആയ ഇൽമിനെ നീ എനിക്ക് തരണേ അല്ലാഹ്. വരിസ്ഖൻ ത്വയ്യിബാ, ഹലാലായ ഭക്ഷണം നീ എനിക്ക് നൽകണേ അല്ലാഹ്. ഹലാലായ ത്വയ്യിബായ ഭക്ഷണം നീ എനിക്ക് നൽകണേ എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ആളുകളും ഭക്ഷണത്തിലേക്ക്, സമ്പാദ്യങ്ങളിലേക്ക് ഹറാം കൂടിക്കലരാതെ സൂക്ഷിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വഅമലൻ മുതഖബ്ബലാ, അല്ലാഹുവേ എന്റെ അമലുകളെ സ്വീകാര്യമായ അമലുകളാക്കണേ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. നമ്മളും ദുആ ചെയ്യണം ഇൽമു നാഫിയാകാൻ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിആ. اللهم إني أسألك علما نافعا ورزقا طيبا وعملا متقبلا എന്നുള്ള പ്രാർത്ഥന നമ്മളും ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, ബർക്കത്താക്കപ്പെട്ട പവിത്രതയുള്ള മഹത്വങ്ങളേറിയ ശ്രേഷ്ഠതകൾ ഒരുപാടുള്ള ദുൽഹിജ്ജ മാസത്തിലെ ആ 10 ദിനരാത്രങ്ങൾ തന്നെയാണ് സത്യം. ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞത് ദുൽഹിജ്ജ മാസത്തിലെ ആ 10 ദിവസങ്ങളെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു അയ്യാമിദ് ദുനിയാ അയ്യാമുൽ അശ്ർ, ദുനിയാവിലെ ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം അത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ദിവസങ്ങളിൽ ഏറ്റവും നല്ല ദിവസം ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസമാണ്. അഥവാ ഇന്ന് 2ാം രാത്രിയാണ്. ഒരു ദിവസം കഴിഞ്ഞു, ഇനി 9 ദിവസം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അത് മാക്സിമം ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നന്മ ചെയ്താൽ പ്രതിഫലം അല്ലാഹു കൂടുതൽ തരുന്നത് പോലെ തെറ്റു ചെയ്താൽ അല്ലാഹു ശിക്ഷയും കൂടുതൽ തരും. അപ്പൊ മറ്റുള്ള മാസങ്ങളിൽ നിന്ന് വിഭിന്നമായി തെറ്റുകൾ ജീവിതത്തിൽ വരാതെയും സൂക്ഷിക്കണം. മനസ്സിലായോ? നന്മ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഈ ദിവസങ്ങളിൽ അല്ലാഹു ബഹുമാനിച്ച ദിവസമല്ലേ, അല്ലാഹു ആദരിച്ച ദിവസമല്ലേ. അപ്പൊ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഞാൻ എന്തൊക്കെയോ ചെയ്തിരുന്നു, ഈ 10 ദിവസങ്ങളിൽ അത് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തെ, നമ്മുടെ കണ്ണുകളെ, നമ്മുടെ അവയവങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ബക്കറ്റ് വരുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ എല്ലാവരും സഹകരിക്കുക. കാരണം നമ്മുടെ വളരെ മനോഹരമായ സദസ്സാണ്. ഒരുപാട് ചെലവഴിച്ചിട്ടുണ്ട് ഈ സദസ്സിന് എന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. സദസ്സ് ഭംഗിയാകുമ്പോഴാണ് ആളുകളും സദസ്സിലേക്ക് വരിക. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയാണ്. ഈ പരിപാടി തന്നെ നമുക്ക് 2 രീതിയിൽ വെക്കാം. ഈ ആണ്ട് നേർച്ച
ഇപ്പൊ നിങ്ങൾ ഈ ഒരു സെറ്റപ്പ് സംവിധാനിച്ചത് കൊണ്ടാണ് ഇത്രയൊക്കെ ആളുകൾ ഇവിടെ വന്നത്. ഇനി നിങ്ങൾ ഈ സംവിധാനങ്ങളൊന്നുമില്ല, ചെറിയൊരു മറ്റേ നീല താർപ്പായി എന്തെങ്കിലും പറയുന്നത്, താർപ്പായി എന്ന് പറയുന്നത് ആ സാധനം ഇട്ടിട്ട് ഇങ്ങനെ ഈ ഫോക്കസ് ലൈറ്റ് ഒന്നുമില്ല, 4 ട്യൂബും വെച്ചിട്ട് ഇതേ പരിപാടി നിങ്ങൾ അടുത്ത വർഷം സംഘടിപ്പിച്ചു. 4 ആളുണ്ടാവും, വെളിയിലെണ്ണാവുന്ന 4 ആളുണ്ടാവും. ആ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത് പോലെയാണ് ആളുകൾ പരിപാടിക്ക് വരിക. എത്രത്തോളം ആകർഷണീയത സദസ്സിന് കൊടുക്കുന്നുണ്ട്, അത്രത്തോളം ആളുകൾ സദസ്സിലേക്ക് കടന്നു. നമ്മുടെ ഈ മക്കബറയും അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവനൊക്കെ എത്രയോ ആളുകൾക്ക് സുപരിചിതനായ വലിയൊരു മഹാനാണ്. അദ്ദേഹത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ പറയുന്നത് പരിപാടിക്കൊക്കെ ഒരുപാട് ചെലവുള്ളത് കൊണ്ട് നമ്മുടെ ഈ ബക്കറ്റുകളിൽ നല്ല സംഖ്യ തന്നെ എല്ലാവരും നിങ്ങളുടെ കൈകളിൽ ഉള്ളതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ കൊടുക്കുക. നിങ്ങളുടെ കൈകളിൽ ഉള്ളതിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഖ്യ ബക്കറ്റിലുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് അർശിന്റെ തണല് നൽകട്ടെ. അല്ല, അർശിന്റെ തണല് കിട്ടുന്ന സ്വതക്കയാണല്ലോ ബക്കറ്റ് അല്ലെ. വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത സ്വതക്ക. 1 ബക്കറ്റാണ്, 2 കവറാണ്. കവറ് നിങ്ങൾക്ക് കയ്യിൽ തന്നാല് നാളെ വരുമ്പോ കവറിൽ പൈസ ഇട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞാല് നമ്മൾ ആരും കാണാത്തത് കൊണ്ട് 100 രൂപ കൊണ്ടുവരും. ആരും കാണാത്ത സ്വതക്കയല്ലേ. നേരെ മറിച്ച് സദസ്സിൽ വെച്ചിട്ട് 1000 കൊടുക്കുന്ന ആൾ ആരെന്ന് വെച്ചാൽ കുറെ ആളുകൾ ഞാൻ കൊടുക്കാം 10,000 കൊടുക്കാം, ഇതിന് ഞാൻ കൊടുത്തോളാം, 1,00,000 കൊടുക്കാം, ഇതിന് ഞാൻ തയ്യാറാണ്. പക്ഷെ കവർ കൊടുത്താൽ ആരും കാണാത്ത സ്വതക്കല്ല, ഇതിന് 100 രൂപ ഇട്ടിട്ട് കൊണ്ടുവരും. സത്യത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പൈസ ഇടേണ്ടത് കവറിലും ബക്കറ്റിലുമാണ്. ആ കവറിൽ ഒരാൾ 1,00,000 രൂപ ഇട്ടിട്ട് പിറ്റേ ദിവസം ബക്കറ്റ് വരുമ്പോൾ ബക്കറ്റിൽ ഇട്ടാൽ നിങ്ങൾക്ക് അർശിന്റെ തണല് 100% ഉറപ്പാണ്. ഒരു ഡൗട്ടും എനിക്കൊരു ഡൗട്ടും ഇല്ല, 100% ഉറപ്പാണ്. നിങ്ങളുടെ ഭാര്യയോടും പറയണ്ട, നിങ്ങളുടെ മക്കളോടും പറയണ്ട, നിങ്ങളുടെ കുടുംബക്കാരോടും പറയണ്ട, വീട്ടുകാരും അറിയില്ല. നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നോ അൽമാരയിൽ നിന്നോ അക്കൗണ്ടിൽ നിന്നോ പുതിയ 2000-ന്റെ 10 നോട്ടോ 20 നോട്ടോ 5 നോട്ടൊക്കെ വിളിച്ച് ആ കവറിലിട്ടിട്ട് ബക്കറ്റ് വരും ബക്കറ്റിലിട്ട് ആരൊക്കെ അറിഞ്ഞു? അള്ളാഹു നിങ്ങൾ മാത്രം അറിഞ്ഞിട്ടുള്ളൂ, വേറെ ഒരാൾ അറിഞ്ഞിട്ടില്ല. 100% ഉറപ്പാണ് നിങ്ങൾക്ക് അർശിന്റെ തണല് കിട്ടും. ആരാന്റെ കട്ട പൈസ മോഷ്ടിച്ച പൈസ ഒന്നും കൊണ്ടുവന്നിട്ട് കിട്ടൂലേ? എവിടുന്നൊക്കെ അടിച്ചു മാറ്റിയിട്ട് കൊണ്ടുവന്നിട്ടാല് ഹലാലായ പൈസ കൂടി ആവും. അങ്ങനെയും കൂടി ഉണ്ട്. ഉപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് മോഷ്ടിച്ചിട്ട് 10,000 കൊണ്ട് ജനക്ക് അർശിന്റെ തണല് കിട്ടും എന്നുള്ള ഉറപ്പാർക്കും വേണം. ഹലാലായ പൈസ ആണെങ്കിൽ കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാൻ കാരണം പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിഞ്ഞില്ലെങ്കിൽ അർശിന്റെ തണല് കിട്ടുമെന്നുള്ള ഹദീസാണ്. അതേപോലെ നമ്മുടെ വിദ്യാർത്ഥികൾ, ഇവിടുത്തെ മക്കൾ ഉണ്ടാക്കിയ അൽ കമാൽ, എന്താ അതിന്റെ പേര്? അൽ കമാൽ എന്ന് പറയുന്ന സുവനീർ നമ്മുടെ ഈ സദസ്സിൽ വിൽക്കപ്പെടുന്നുണ്ട്. ചരിത്രങ്ങളും മറ്റുള്ള പല വിഷയങ്ങളും ഉൾപ്പെടുത്തിയ വളരെ മനോഹരമായ ഒരു പുസ്തകമാണ്. നല്ല വിലയുണ്ട്. ഏകദേശം MRP അറിയോ? 100 രൂപ ഇവിടെ കൊടുക്കുന്ന വിലയാണ്. അതിന്റെ 100 രൂപ ഇൻഷാ അല്ലാഹ്. പുസ്തകം നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചല്ലോ, അതിപ്പോ നിങ്ങൾ വായിക്കാൻ അറിയാത്ത ആള്, വായിക്കാൻ അറിയുന്ന ആളൊക്കെ ഉണ്ട്, എല്ലാവരും വായിക്കണം. വായന നമ്മുടെ വീട്ടിലൊരു ശീലമാവണം. വായന ഉണ്ടെങ്കിലേ വിഷൻ, കാഴ്ചപ്പാടുണ്ടാവും. വായിച്ചാലും വളരും, ചില്ലയിലും വളരും. വായിച്ചു വളർന്നാല് വിളയും, അല്ലെങ്കിൽ അപ്പൊ അങ്ങനെയാണ്. വായിക്കാതെ വളരാം, വായിച്ചിട്ടും വളരാം. വായിച്ചു വളരുമ്പോൾ അതിൻ്റെതായ ഒരു കാഴ്ചപ്പാട്, എല്ലാ വിഷയത്തിലും ഒരു വിഷൻ നമ്മൾക്കുണ്ടാവും. എന്റെ അഭിപ്രായത്തിൽ നമ്മുടെ സ്ത്രീകളൊക്കെ നല്ല വായിക്കുന്നവരാണ്. ഉമ്മമാർ, സ്ത്രീകൾ നല്ല വായനക്കാരാണ്. നിങ്ങൾ വായനക്കാരായാലേ നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളിലും ഒരു കാഴ്ചപ്പാടുണ്ടാവും. ഉമ്മമാർക്ക് കാഴ്ചപ്പാടുണ്ടെങ്കിലേ മക്കൾ ബുദ്ധിശാലികളാവും. ഉപ്പമാരെത്ര അധ്വാനിച്ചിട്ട് കാര്യമില്ല. ഉപ്പ വലിയ ഡോക്ടർ ആയതുകൊണ്ടോ ഉപ്പ വലിയ മൗലവിമാരായതുകൊണ്ടോ അത് മക്കളിൽ അങ്ങനെ എഫക്ട് ചെയ്യൂല, തീരെ ചെയ്യൂല എന്നല്ല, അങ്ങനെ ചെയ്യൂല. എന്നാൽ ഉമ്മ ഉഷാറാണെങ്കിൽ ആ മക്കള് 99% ഉഷാറായിരിക്കും. ഉമ്മ ഉഷാറാണെങ്കിൽ 99% മക്കൾ ഉഷാറായിരിക്കും. ഉപ്പ ഉഷാറാണെങ്കിൽ 10% ആളുകൾ ഉഷാറാവുള്ളൂ. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? ഉപ്പ നല്ല ബുദ്ധിശാലിയാണ്, വല്ലാത്ത ഉഷാറാണ്,
എന്നാൽ അവരുടെ മക്കളൊരു 10% ഉഷാറാവുള്ളൂ, ബാക്കിയുള്ള 90% ഉഷാറാവൂല. എന്നാൽ ഉമ്മ വളരെ ഉഷാറായാൽ 99% മക്കൾ ഉഷാറാവും. അപ്പൊ എന്ത് വേണം? ഉമ്മമാര് മൊബൈൽ ഫോണിൽ കളിച്ചിരിക്കുന്നതൊക്കെ നിർത്തിയിട്ട് നല്ല പുസ്തക വായന ഉള്ളവരാവണം. ഒരു പുസ്തകം കഴിഞ്ഞാൽ അടുത്ത പുസ്തകം. ഈ ചുരിദാർ ഇങ്ങനെ മാറ്റി മാറ്റി വാങ്ങുന്നതിന് പകരം ഒരു പുസ്തകം കഴിഞ്ഞ അടുത്ത പുസ്തകം, അത് കഴിഞ്ഞ അടുത്ത പുസ്തകം, ഇങ്ങനെ പുസ്തകം വായിച്ച് പുസ്തകങ്ങൾ ഇങ്ങനെ അട്ടി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ഏത് റൂട്ടിൽ കൊണ്ടുപോകണം, എങ്ങനെ വളർത്തണം എന്നുള്ളൊരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടാകും. നിങ്ങളെ കണ്ടിട്ട് മക്കൾ വരും. നമ്മൾ മൊബൈൽ ഫോണിൽ ഇങ്ങനെ കളിക്കുന്നതാണ് മക്കൾ കാണുന്നത്. അതുകൊണ്ടാണ് 6 മാസമായ കുട്ടിക്ക് വരെ യൂട്യൂബ് എടുക്കാൻ അറിയുന്നത്. 6 മാസമായ കുട്ടിക്ക് യൂട്യൂബ് എടുക്കാൻ അറിയാം. എന്നാൽ 60 വയസ്സായ ഒരു ഉപ്പയ്ക്കോ ഒരു കാക്കയ്ക്കോ ഒരു വയസ്സായ ഒരാൾക്ക് യൂട്യൂബ് എടുക്കാൻ അറിയില്ല. എങ്ങനെ ഈ 6 മാസം പ്രായമുള്ള കുട്ടി യൂട്യൂബ് എടുക്കാൻ പഠിക്കുന്നു? അല്ലെങ്കിൽ ഒരു വയസ്സ് പ്രായമുള്ള കുട്ടി എങ്ങനെ യൂട്യൂബ് എടുക്കാൻ പഠിക്കുന്നു? അത് ഉമ്മ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മൊബൈലിലാണ്. ഉമ്മ ചെലവഴിക്കുന്നിടത്താണ് മക്കൾ ശ്രദ്ധിക്കുക. ഉമ്മ ഉപയോഗിക്കുന്നതാണ് മക്കൾ കാണുക. നേരെ മറിച്ച് മൊബൈൽ ഫോണിന് പകരം ഉമ്മ പുസ്തകം വായിക്കുന്നത് മക്കൾ കണ്ടാൽ കുട്ടികളും പുസ്തകം ചോദിക്കും, എനിക്കും വേണം പുസ്തകം എന്ന് പറയും. അപ്പൊ കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകം ഉമ്മ വാങ്ങിച്ചു കൊടുക്കും. ഉമ്മ ഖുർആൻ ഓതുന്നത് കണ്ടാൽ കുട്ടികൾ അത് ചോദിക്കും. അപ്പൊ നമ്മൾ ചെറിയ ഒരു ചേഞ്ച് നിർബന്ധമായി നമ്മുടെ ജീവിതത്തിൽ വരുത്തണം. സ്ത്രീകൾ നന്നായി പുസ്തകം വായിക്കുക, പത്രങ്ങൾ വായിക്കുക, പീരിയഡിക്കൽസ്, മാഗസിനുകൾ വായിക്കുക. അങ്ങനെ വായിച്ച് നല്ല കാഴ്ചപ്പാടുള്ളവരായി മാറിയാൽ ഇനി വരുന്ന നമ്മുടെ തലമുറയെ വലിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന തലമുറയാക്കി മാറ്റാൻ കഴിയും. ഇനി വരുന്ന തലമുറ, ഇനി നിങ്ങൾക്ക് പ്രസവിക്കാൻ പോകുന്ന മക്കളൊക്കെ വലിയ ഇതിഹാസങ്ങളാക്കി മാറ്റാൻ നമ്മൾക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.